പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മാളവികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്തിന് ആദർശ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവന്റെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഷർട്ടിന്റെ സ്ലീവുകളൊക്കെ മുകളിലേക്ക് മടക്കി വെച്ച് മുഷ്ടി ചുരുട്ടി അവൻ തിരിഞ്ഞ് നിലത്ത് ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ആ ഒരു രൂപത്തിന് നേരെയാണ് നാഗേന്ദ്രൻ. അനന്തപുരി തറവാടിനെ ഇല്ലാതാക്കാൻ കച്ച കെട്ടിയിറങ്ങിയ നാഗേന്ദ്രൻ. എന്താടാ നീ കരുതിയത്? ആദർശിന്റെ കണ്ണു വെട്ടിച്ച് ഈ അനന്തപുരിയെ മണ്ണിൽ നിനക്കൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കാമെന്നോ? ആദർശിന്റെ ശബ്ദം ആ ഗോഡൌണിലൊക്കെ മുഴങ്ങി. അവൻ കുനിഞ്ഞിരുന്ന് നാഗേന്ദ്രന്റെ കോളറിനങ്ങ് കുത്തിനെ പിടിച്ച് ഒറ്റ വലിക്കങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്നെ വിടണം. ഞാൻ നാഗേന്ദ്രൻ കിതിച്ചുകൊണ്ട് തന്നെ പറയാൻ ശ്രമിച്ചു. വിടാനോ? നിന്നെ വിടാനോ? ആദർശ് പല്ലിറുമ്പി. എന്റെ കുടുംബത്തെ മൂർത്തി ജ്വല്ലറിയെ നശിപ്പിക്കാൻ നോക്കിയ നീ കരുതി ഞങ്ങൾ ഇതൊന്നും അറിയില്ല എന്ന്. ഒടുവിൽ ദേ ഈ കുട്ടിയെ മാളവികയെ ഉപദ്രവിക്കാനും അവളെ ഇല്ലാതാക്കാനും നീ ശ്രമിച്ചു അല്ലേടാ? ഒറ്റയടിക്ക് നാഗേന്ദ്രൻ വീണ്ടും നിലത്തേക്ക് വീണു. അവൻ എഴുന്നേൽക്കാൻ പോലുമുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. മാളവികയെ സുരക്ഷിതമായി അവിടെ നിന്നും മാറ്റിയതിനു ശേഷം ആദർശ് ഫോണെടുത്ത് നേരെ വിളിച്ചത് അനന്തപുരിയിലേക്കാണ്. മുത്തശ്ശൻ അനന്തമൂർത്തിയുടെ ഫോണിലേക്കായിരിക്കും. ഹലോ മുത്തശ്ശ. ആദർശിന്റെ ശബ്ദത്തിൽ അപ്പോഴും ആ ഒരു ദേഷ്യം അടങ്ങിയിരുന്നില്ല. എന്താ ആദർശേ ഈ പാതിരാത്രിക്ക് മറുതലക്കൽ? മുത്തശ്ശന്റെ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടു. മുത്തശ്ശ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. നമ്മുടെ കുടുംബത്തിന് നേരെ നടന്ന ഈ ചതികൾക്കും മൂർത്തി ജ്വല്ലറി തകർക്കാൻ നോക്കുന്ന ജ്വല്ലറിക്കുമൊക്കെ പിന്നിൽ ആരാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആരാണവൻ? മുത്തശ്ശന്റെ ശബ്ദം മുറുകി. നാഗേന്ദ്രൻ, അപ്പച്ചിയുടെ ഭർത്താവ്. നാഗേന്ദ്രനാണ് മുത്തശ്ശ ഇതിനൊക്കെ പിന്നിൽ. അവന് അനന്തപുരിയോട് തീർത്താൽ തീരാത്ത പകയാണ്. അത് വീട്ടാനാണ് അവൻ ഈ കളികളൊക്കെ കളിച്ചത്. ഒരു നിമിഷം ഫോണിൽ നിശബ്ദത തളം കെട്ടി. പിന്നെ മുത്തശ്ശൻ ശാന്തമായി പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ആദർശേ. എനിക്കിത് നേരത്തെ തന്നെ തോന്നിയിരുന്നതാണ്. അവനാണെന്ന് 100% ഉറപ്പിക്കാനും അവന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയാനും വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഏതായാലും എന്റെ കുട്ടി, നീ അതൊക്കെ കണ്ടെത്തിയല്ലോ. മുത്തശ്ശ, അവന് കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി അനന്തപുരിക്കാരെ ശല്യപ്പെടുത്താനൊന്നും അവൻ വരില്ല, ആദർശ് പറഞ്ഞു. അതൊന്നും പോരാ. മുത്തശ്ശന്റെ ശബ്ദം പെട്ടെന്ന് തന്നെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ആദർശേ. അവനെ എനിക്ക് നേരിട്ട് കാണണം. എന്നോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടല്ലേ അവൻ ഇത്രയും വർഷം ഒളിഞ്ഞിരുന്നത്. മൂർത്തി ജ്വല്ലറിയിൽ തോന്നിയാസം കാണിച്ചപ്പോൾ പടിയിറക്കി വിട്ടതാ ഞാൻ അവനെ. എന്നിട്ട് എവിടെയോ പോയി കുറച്ച് പണമുണ്ടാക്കി വന്ന് എന്നോട് കളിക്കാൻ നിൽക്കുവാണ് അവൻ. അവനെ എനിക്ക് കാണണം. വേണ്ട മുത്തശ്ശ. മുത്തശ്ശൻ ഇനി അവനെ പോയി കാണൊന്നും വേണ്ട. ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ആദർശ് വിലക്കാൻ നോക്കി. ഇല്ല ആദർശേ, അവൻ എൻ്റെ കുടുംബത്തോട് ചെയ്ത ദ്രോഹങ്ങൾ, നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അവൻ കളിച്ച കളികൾ, അതൊന്നും ഞാൻ പൊറുക്കില്ല. അനന്തമൂർത്തിക്ക് പ്രായമായി എന്നേ ഉള്ളൂ. ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. അവനോട് ചോദിക്കാനുള്ളത് ഞാൻ നേരിട്ട് തന്നെ ചോദിക്കും. മുത്തശ്ശൻ കോള് കട്ട് ചെയ്തു. ആദർശ് ഫോണിലേക്ക് നോക്കി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മുത്തശ്ശനെ തടയാൻ കഴിയില്ല എന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ അനന്തമൂർത്തിയുടെ വണ്ടി നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഒരു ലോഡ്ജിന് മുന്നിൽ വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ മുഖത്ത് ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു. ഡ്രൈവർ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പുറത്തിറങ്ങി ലോഡ്ജിന്റെ പടവുകൾ കയറി. നാഗേന്ദ്രന്റെ റൂമിന്റെ മുന്നിലെത്തിയ മുത്തശ്ശൻ ഒട്ടും ശങ്കിച്ചു നിന്നില്ല. ഒറ്റ ചവിട്ടിന് ആ വാതിൽ വലിയ ശബ്ദത്തോടെ അങ്ങ് തുറക്കപ്പെട്ടു. മുറിയിലെ കട്ടിൽ വേദന കൊണ്ട് പുളയുകയായിരുന്ന നാഗേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റു. വാതിൽക്കൽ നിൽക്കുന്ന രൂപം കണ്ട് അവന്റെ നെഞ്ചരിപ്പങ്ങ് നിന്നുപോയി. സാക്ഷാൽ അനന്തമൂർത്തി യധർമ്മനെ പോലെ തന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. എടാ, മുത്തശ്ശൻ അലറി. നാഗേന്ദ്രൻ പുറകോട്ട് മാറി ഭിത്തിയിലേക്ക് പറ്റി നിന്നു. നീയാണല്ലേടാ ഇതിന്റെയൊക്കെ പിന്നിൽ കളിച്ചത്? നിനക്ക് അനന്തപുരി തറവാടിനെയും മൂർത്തി ജ്വല്ലറിയും തകർക്കണമല്ലേടാ? ചോദിച്ചു തീരുന്നതിനു മുൻപ് തന്നെ മുത്തശ്ശന്റെ വലത് കൈ നാഗേന്ദ്രന്റെ കവിളിലങ്ങ് ആഞ്ഞു വീണു. പടേ എന്നൊരു വലിയ ശബ്ദത്തോടു കൂടെ ആ മുറി മുഴങ്ങി. കവിളിൽ പൊത്തി പിടിച്ചുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ നിലത്തേക്ക് ഊർന്നു വീണു. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെയാണ് അവന് തോന്നി. എടാ, നിനക്ക് എന്റെ മുന്നിൽ വന്ന് നേരെ നിന്ന് സംസാരിക്കാൻ പോലും ധൈര്യമുണ്ടോടാ? കളിക്കുകയാണെങ്കിൽ നേരെ വന്ന് കളിക്കണം, അല്ലാതെ ഇരുട്ടത്ത് നിന്ന് ചതിക്കുകയല്ല വേണ്ടത്. എന്റെ കൊച്ചുമോൻ ആദർശിനെ നീ പലവട്ടം ചതിച്ചു. അനന്തപുരിയുള്ളവരെ തമ്മിലടിപ്പിക്കാൻ നോക്കി. എടാ, നീ ആരാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായി അറിയാം. നീ എങ്ങനെയാ ഈ അനന്തപുരിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നും എനിക്കറിയാം. എവിടേക്കോ പോയി ആരുടെയൊക്കെയോ ചതിച്ചും വെട്ടിച്ചും കൊന്നുമൊക്കെ കുറേ അധികം നീ പണമുണ്ടാക്കി. എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ വെച്ച് നീ എന്നോട് കളിക്കാൻ വരുന്നോടാ? മുത്തശ്ശന്റെ ഓരോ വാക്കുകളും തീപ്പൊരി പോലെയാണ് നാഗേന്ദ്രന്റെ മേലെ വീണത്. അവൻ ഭയന്ന് വിറച്ചു. എന്നെ കൊല്ലരുത്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്തത്. നാഗേന്ദ്രൻ കൈകൂപ്പി. അന്നത്തെ ഒരു ചെറിയ പക മനസ്സിലുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അനന്തപുരിയെ തകർക്കാനൊന്നും ഞാൻ നോക്കിയിട്ടില്ല. മൂർത്തി ജ്വല്ലറി മാറ്റി കിടപിടിച്ച് നിൽക്കാൻ എന്റെ ജ്വല്ലറിക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് ചെറിയ ചില കളികൾ കളിച്ചെന്നേ ഉള്ളൂ. നിങ്ങളെ നേരിടാൻ ഭയമുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ബിനാമിയെ വെച്ച് കമ്പനി നടത്തിയത്. നാഗേന്ദ്രൻ ഉരുണ്ട് കളിക്കുന്നത് കണ്ട് മുത്തശ്ശന്റെ ദേഷ്യം ഒന്നും കൂടി. അദ്ദേഹം വീണ്ടും ആഞ്ഞൊരടി അങ്ങ് കൊടുത്തു. നിർത്തടാ നിന്റെ കള്ളത്തരം. ഇനിയും എന്റെ മുന്നിൽ ഇങ്ങനെ നല്ല പിള്ള ചമയാനൊന്നും നീ നോക്കണ്ട.
നീ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നും നിന്റെ ഉള്ളിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ടറിയാം. ഇനി ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. മുത്തശ്ശൻ നാഗേന്ദ്രന്റെ കുപ്പായത്തിനങ്ങ് കുത്തിരി പിടിച്ച് തന്റെ മുഖത്തോടങ്ങ് ചേർത്തു. ഇനി ഈ അനന്തപുരിയുടെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. എവിടെ നിന്നാണോ നീ പൊട്ടിമുളിച്ച് വന്നത് അങ്ങോട്ടേക്ക് തന്നെ നീ തിരിച്ചു പോകണം. നിന്റെ നിഴൽ പോലും ഇനി എന്റെ കൺവെട്ടത്ത് വരരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിന്നെ ഞാൻ കൊന്നുകളയും. കേട്ടോടാ? ഇല്ല ഇല്ല, ഞാൻ ഇനി ഒരു ശല്യത്തിനും വരില്ല. ഞാൻ പോയിക്കോളാം, നാഗേന്ദ്രൻ കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞു. മുത്തശ്ശൻ അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയിട്ട് കാലുകൊണ്ട് ഒരൊറ്റ തൊഴി അങ്ങ് കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. മുത്തശ്ശൻ പോയി കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രന്റെ മുഖത്തെ ഭാവം അങ്ങ് മാറി. അവൻ പല്ലിറുമ്മി. എല്ലാം നഷ്ടപ്പെട്ടതിൽ നിന്നാണ് ഈ നാഗേന്ദ്രൻ ഇവിടെ വരെ എത്തിയത്. അനന്തമൂർത്തി പറയുമ്പോൾ പേടിച്ചോടാൻ ഞാൻ തയ്യാറല്ല. അനന്തപുരിയുടെ അടിവേര് മാന്തിയെടുത്തിട്ട് ഇവിടെ നിന്ന് ഞാൻ ഇനി പോവുള്ളൂ. അവന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ എരിയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം അനന്തപുരി തറവാടിൽ വലിയ ഹാളിൽ വല്ലാത്തൊരു മൂകത തളം കെട്ടി നിന്നിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മുത്തശ്ശൻ ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. നാഗേന്ദ്രനെ ആദർശ് പിടികൂടിയ വിവരവും മറ്റും ജലജയോ നവ്യോ അറിഞ്ഞിരുന്നില്ല. അഭി വളരെ നിസാരഭാവത്തിലാണ് ഹാളിൽ നിൽക്കുന്നത്. താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു മട്ട്. ആദർശ് നാഗേന്ദ്രന്റെ തല്ലിയ വിവരമൊക്കെ അഭി അറിഞ്ഞിരുന്നു. എങ്കിലും എല്ലാം ഒളിപ്പിച്ചു വെച്ച് അവൻ വളരെ കൂളായി തന്നെ അവിടെ നിന്നു. അവന്തികക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. നാഗേന്ദ്രനെ ആദർശ് ഓടിച്ചതിൽ അവന്തികക്ക് ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. എങ്കിലും പുറത്ത് കാണിക്കാതെ പാവം ചമഞ്ഞു നിന്നു. ഇതേ സമയം മുത്തശ്ശൻ തന്റെ ചാരുകസേരയിൽ ഗൗരവത്തിലിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം അഭിയെ നോക്കി. എടാ അഭി, ഇങ്ങോട്ടേക്ക് വാടാ. മുത്തശ്ശന്റെ വിളി കേട്ട് എല്ലാവരും ഞെട്ടി. അഭി പതുക്കെ മുന്നോട്ട് വന്നു. എന്താ മുത്തശ്ശ? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ വല്ലതും അറിഞ്ഞോ? മുത്തശ്ശൻ കൂർപ്പിച്ചു നോക്കി. എന്താ മുത്തശ്ശ, എന്താ കാര്യം? അഭി ഒന്നും അറിയാത്തവനെ പോലെ ചോദിച്ചു. എടാ, നീ ഏൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോയില്ലേ? ആ ജ്വല്ലറിയുടെ MD ആരാണടാ? അതാ ഡേവിഡ് സാറല്ലേ? അഭി പരുങ്ങി. ഒറ്റയടി മുത്തശ്ശൻ കസേരയിൽ നിന്നങ്ങ് എഴുന്നേറ്റ് അഭിയുടെ മുഖത്തേക്കങ്ങ് ആഞ്ഞടിച്ചു. എല്ലാവരും നടങ്ങിപ്പോയി. ജലജ വാ പൊത്തി നിലവിളിക്കാൻ ശ്രമിച്ചു. ഡേവിഡ് ആണോടാ? അതോ നിന്റെ അച്ഛൻ നാഗേന്ദ്രനാണോടാ? പണ്ട് നിന്നെയൊക്കെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയ ആ ദുഷ്ടനാണോടാ? മുത്തശ്ശൻ അലറി. ജലജ ഞെട്ടലോടെ മുന്നോട്ട് വന്നു. അച്ഛൻ എന്താ ഈ പറയുന്നത്? നാഗേന്ദ്രനോ? അയാൾ ഇവിടെ എത്തിയിട്ടുണ്ടോ? അതേടി ജലജെ, നിന്റെ ഭർത്താവ്. അവനാണ് അനന്തപുരിക്കെതിരെ ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഏൻ ജ്വല്ലറിയുടെ തലപ്പത്ത് അവനാണുള്ളത്. ഈ കുടുംബം തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയതാ അവൻ. പക്ഷേ നമ്മുടെ ആദർശ് അത് കണ്ടുപിടിച്ച് അവനുള്ളതെല്ലാം തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ജലജയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാളാണോ MD? അയാൾക്ക് ഇവിടെ നിന്നാണ് ഇത്രയും അധികം പണം കിട്ടിയത്? അയാൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ? അതൊന്നും നിനക്കറിയില്ലായിരിക്കും ജലജെ. പക്ഷേ അതെല്ലാം നിന്റെ മകന് നന്നായിട്ടറിയാം. അവൻ അയാളുടെ കൂടെ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരുന്നത് വെറുതെയാണോ? ഇവൻ അവിടെ മാനേജറായിട്ടൊക്കെ പോയത്. അവിടെ നിന്ന് സ്വന്തം അച്ഛനെ ചേർത്ത് കുടുംബം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇവൻ. സ്വന്തം അമ്മയായി നിന്നെ പോലും അവൻ അറിയിച്ചില്ല. ജലജയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അഭിയുടെ നേരെ തിരിഞ്ഞു. എടാ, നീ എന്നോട് പോലും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോടാ. അഭി മുഖം തിരിച്ചു. അമ്മയോട് പറയരുതെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ അമ്മയോട് ഇപ്പോഴും ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അമ്മയെ ഒഴിവാക്കാൻ തന്നെയാണ് അച്ഛന്റെ തീരുമാനം. ആ വാക്കുകൾ ജലജയുടെ നെഞ്ചിൽ അമ്പ് പോലെ തറച്ചു. എടാ ദുഷ്ട, പണവും കാശുമുള്ള നിന്റെ തന്തയെ കണ്ടപ്പോഴേക്കും നീ എന്നെ വേണ്ടാതെ വെച്ചുവല്ലേ? ഇത്രയും കാലം നിന്റെ തോന്നിയാസങ്ങൾക്കും എല്ലാം തന്നെ കൂട്ടുനിന്ന് നീ എന്നെ ഒഴിവാക്കി അല്ലേടാ? ജലജ പൊട്ടിത്തെറിച്ചു. നിർത്തടി, മുത്തശ്ശൻ ശാസിച്ചു. നിനക്കെന്താ അവന്റെ കൂടെ പോണോ? ദേ, ഇവൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണം. ഇവൻ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. ആ മാളവികയെ വിളിച്ചോണ്ട് പോയി. ആ പാവം പെൺകുട്ടിയെ വിളിച്ച് ലോഡ്ജിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇവൻ. അവൾ അവന്റെ മുഖത്തടിച്ച് ഇറങ്ങി വന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അനഘയെ ചെയ്തതുപോലെ അവളുടെ ജീവിതവും ഇവൻ അങ്ങ് നശിപ്പിച്ചേനെ. മാളവികയെ ഉപദ്രവിക്കാൻ നോക്കിയെന്ന് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന നവ്യയുടെ നിയന്ത്രണം വിട്ടു. ഇത്രയും നാൾ അവൾ എല്ലാം സഹിച്ചു നിൽക്കുമായിരുന്നു. ഏൻ ജ്വല്ലറിയുടെ പിന്നിൽ ആരാണെന്നും അവയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് അവൾ എല്ലാം പുറത്തു കൂടെ നിന്നത്. പക്ഷേ ഇനിയും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ അവൻ തുനിഞ്ഞു എന്ന് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നവ്യ മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എടാ അഭി, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോടാ? നവ്യയുടെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അഭി ഒന്നും മിണ്ടിയില്ല. പറയടാ, മുത്തശ്ശി നീ പറഞ്ഞതൊക്കെ സത്യമാണോ? നീ മാളവികയെ ഉപദ്രവിക്കാൻ നോക്കിയോ? അത് ഞാൻ ശ്രമിച്ചതൊന്നുമല്ല. അവൾ വെറുതെ നുണ പറയുന്നതാ. ഇവിടെയുള്ളവർക്കൊക്കെ എന്നെ കുറ്റം പറയുന്നത് സന്തോഷമല്ലേ? അഭി ന്യായീകരിക്കാൻ നോക്കി. എടാ, നിന്റെ അച്ഛനായിരുന്നില്ലേ ഏൻ ജ്വല്ലറിയുടെ പുറകിലുള്ളത്? നീ പലപ്പോഴും ഫോണിൽ അച്ഛ എന്ന് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ നീ ഒഴിഞ്ഞു മാറി. നീയും കൂടെ ചേർന്നാണോടാ ഈ കുടുംബം തകർക്കാൻ നോക്കിയത്? അഭി ദേഷ്യത്തോടെ അവളെ നോക്കി. അതെങ്ങനെയാടി ഞാനാവുന്നത്? നീയല്ലേ എനിക്ക് ആ ജോലി വാങ്ങിച്ചു തന്നത്? നീയല്ലായിരുന്നോ അവിടുത്തെ മോഡല്?
അപ്പോൾ നീ അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ കുടുംബമൊക്കെ തകർക്കാൻ നോക്കിയത്. ആ വാക്ക് കേട്ടപ്പോൾ നവ്യയുടെ കൈ വായുവിലങ്ങ് ഉയർന്നു പ്ലേ എന്നൊരു ശബ്ദത്തോടു കൂടെ അബിയുടെ കവിളിലങ്ങ് ഒരു കനത്ത അടിയങ്ങ് വീണു. ആണോടാ, ഞാനാണോടാ? നീ അവിടുത്തെ മാനേജറായിരുന്നില്ലേ? അതിനുശേഷം നിന്റെ അച്ഛൻ നിന്നോടെല്ലാം പറഞ്ഞില്ലേ? എന്നിട്ടും നീ ഒരു കുടുംബത്തെ തകർക്കാൻ നിന്നില്ലേ? നവ്യ കിതച്ചു. അങ്ങനെയാണെങ്കിൽ പറ, ദേ ഈ നിൽക്കുന്ന ചന്തുമോൾ ആരുടെ കുഞ്ഞാടാ? ആ ചോദ്യം കേട്ട് ഹാളിലെ എല്ലാവരും ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് നിന്നു. ജലജയും അവന്തികയും അങ്ങ് ഞെട്ടിത്തരിച്ചു. അബി പരിങ്ങി. അത് ആദർശിന്റെ കുഞ്ഞാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. നിനക്ക് ഇനിയും എന്നെ സംശയമാണോ നവ്യെ? എനിക്ക് നിന്നെ സംശയമൊന്നുമില്ലടാ, എനിക്ക് എല്ലാ സത്യവും അറിയാം. നവ്യെ പൊട്ടിത്തെറിച്ചു. ഞാൻ DNA ടെസ്റ്റ് നടത്തി എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ അറിഞ്ഞതാണ്. പക്ഷേ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന നിന്റെ അച്ഛൻ എന്ന ആ ഒരു രഹസ്യം, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാടാ ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. നീയാണോടാ അനഘയെ ചതിച്ചത്? സ്വന്തം കുഞ്ഞിനെ ആദർശേട്ടന്റെ തലയിൽ കെട്ടിവെച്ചത് നീ അല്ലേടാ? എന്നിട്ട് നീ ആ മാളവികയും ഉപദ്രവിക്കാൻ പോയി. ഇനി നീ ഒരു പെണ്ണിനെയും തൊടാൻ പാടില്ല. പറഞ്ഞു തീർത്തതും അടുത്ത മേശപ്പുറത്തിരിക്കുന്ന വലിയൊരു ഫ്ലവർ വേസ് എടുത്ത് നവ്യയുടെ ആ ഒരു കയ്യിലെത്തി. എന്നിട്ട് വായുവിൽ അത് വട്ടം ചുഴറ്റിയതിനു ശേഷം അബിയുടെ തലക്ക് നേരെ ആഞ്ഞടിക്കുകയാണ് നവ്യ. അബിയുടെ തല പൊട്ടിങ്ങി ചോരയൊലിച്ചു. അവൻ അലറിക്കൊണ്ട് താഴെ വീണു. ജലജയും അവന്തികയും ഓടിച്ചെന്ന് നവ്യയെ പിടിച്ചു മാറ്റി. ഹാളിൽ വലിയ ബഹളമുണ്ടായി. മതി, നിർത്ത്! മുത്തശ്ശന്റെ ശബ്ദം മുഴങ്ങി. അബി, നീ ഈ വീട്ടിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയേക്കണം. ജലജ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അച്ഛാ, അവനെ ഇറക്കി വിടണോ? നിനക്ക് അവനൊപ്പം പോകണമെങ്കിൽ പോവാൻ ജലജെ. നിന്റെ ഭർത്താവ് അവിടെയുണ്ടല്ലോ, അവർക്കൊപ്പം നിനക്കും പോവാം. ഞങ്ങളയച്ചു തടയുന്നില്ല, മുത്തശ്ശൻ തീർത്തും പറഞ്ഞു. ഇല്ലച്ചാ, ഞാൻ പോകുന്നില്ല, ജലജ തറപ്പിച്ചു പറഞ്ഞു. തല പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അബി ചോരയിൽ കുളിച്ച് അവിടെ നിന്നും എഴുന്നേൽക്കാണ്. അവന്റെ മുഖത്ത് അപ്പോഴും അഹങ്കാരമായിരുന്നു. അല്ലെങ്കിലും ഞാൻ പോവാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും എനിക്ക് വട്ടില്ല. എൻ്റെ അച്ഛൻ്റെ കൂടെ പോയാൽ എനിക്ക് ഇതിലും സുഖമായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. മുത്തശ്ശൻ അവൻ്റെ അടുത്തേക്ക് വന്ന് കോളറിനങ്ങ് പിടിച്ചു. എടാ നന്ദി കെട്ടവനെ, നിന്നെ ഇത്രയും കാലം തിരിഞ്ഞു നോക്കാത്തവൻ്റെ കൂടെ അവൻ എവിടെ നിന്നോ കുറെ കള്ളപ്പണം ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ നീ പോവാണല്ലേ? പോയിക്കോടാ. പക്ഷേ നിന്റെ ഒരു നിഴൽ പോലും ഇനി ഈ പടി കടന്ന് ഇങ്ങോട്ടേക്ക് വരരുത്. അബി നവ്യയെ നോക്കി. നവ്യ പുച്ഛത്തോടെ പറഞ്ഞു. പോയിക്കോ, ഞാനും കുഞ്ഞുമേതാലും നിന്റെ കൂടെയൊന്നും വരുന്നില്ല. നിന്നെ പോലൊരു ചതിയൻ്റെ കൂടെ ജീവിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോളാം. ഇല്ല നവ്യെ, മുത്തശ്ശൻ ഇടപെട്ടു. നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നു വേണ്ട. നിന്റെ കുഞ്ഞും ഈ അനന്തപുരിയിൽ തന്നെ നിൽക്കണം. നീയും ഈ അനന്തപുരിയിൽ തന്നെ വേണം. നിന്റെ കുഞ്ഞ് വളരേണ്ടതെല്ലാം ഇവിടെയാണ്. മുത്തശ്ശന്റെ വാക്ക് കേട്ട് നവ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അബി തന്റെ സാധനങ്ങളും എടുത്ത് തലയിലെ ചോരയും തുടച്ചു പിടിച്ചുകൊണ്ട് തന്നെ അനന്തപുരിയുടെ പടി ഇറങ്ങിപ്പോയി. അവന്തിക ഇതെല്ലാം കണ്ട് ഉള്ളിൽ പേടിയോടുകൂടെ നിശബ്ദമായി തന്നെ നിന്നു. അബി പോയതിനു ശേഷം ഹാളിൽ ഒരു വല്ലാത്ത ശാന്തതയായിരുന്നു. നവ്യ പതുക്കെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധമുണ്ടായിരുന്നു. മുത്തശ്ശൻ എന്നോട് ക്ഷമിക്കണം, അവൾ വിതുമ്പി. ഞാൻ എല്ലാവരെയും ഒരുപാട് തെറ്റിദ്ധരിച്ചു. അബി ഓരോ കള്ളങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ വിശ്വസിച്ചു പോയി. അവനെ ചതിക്കില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ കുറച്ച് നാളുകളായി എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജ്വല്ലറിയുടെ മോഡലായി നിന്നുകൊണ്ട് തന്നെ ഞാൻ അവരുടെ രഹസ്യങ്ങൾ ചോർത്തുകയായിരുന്നു. അനഘയുടെ കുഞ്ഞ് അബിയുടേതാണെന്ന് DNA ടെസ്റ്റ് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ അതെനിക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സത്യങ്ങളും പുറത്തു വരാൻ വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നതാണ്. മുത്തശ്ശൻ വാത്സല്യത്തോടു കൂടി അവളുടെ തലയിൽ കൈവച്ചു. എനിക്കറിയാം മോളെ, നിന്റെ ഉള്ളിൽ സത്യമുണ്ടെന്ന്. അതെല്ലാം എനിക്കറിയാമായിരുന്നു. വൈകിയാണെങ്കിലും നീ എല്ലാം തിരിച്ചറിഞ്ഞല്ലോ, എനിക്ക് സമാധാനമായി. പക്ഷേ മുത്തശ്ശ, ചന്തുമോളുടെ പേരിൽ ആദർശേട്ടനെയും നയനെയും ഒരുപാടധികം വേദനിപ്പിച്ചു. അവരോട് എനിക്ക് മാപ്പ് പറയണം, നവ്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിന് നീ അവരെ അന്വേഷിച്ചു പോകുന്നു വേണ്ട, അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. മുത്തശ്ശൻ പുഞ്ചിരിച്ചു. ഇനി ആദർശ് തിരികെ വരണം. അവൻ മൂർത്തി ജ്വല്ലറിയുടെ MD ആയി സ്ഥാനം ഏറ്റെടുക്കണം. ഇത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന അനി സന്തോഷത്തോടെ പറഞ്ഞു. അതേ മുത്തശ്ശ, ആദർശേട്ടൻ തന്നെ MD ആവണം. എന്നാൽ അവന്തികയുടെ ഉള്ളിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അനിയുടെ MD സ്ഥാനം പോകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ അത് പുറത്ത് കാണിക്കാതെ കള്ളച്ചിരിയോടുകൂടെ അവിടെ നിന്നു. മുത്തശ്ശൻ ആദർശിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരോട് അടുത്ത ദിവസം തന്നെ തിരികെ അനന്തപുരിയിലേക്ക് വരാനും നിർദ്ദേശിച്ചു. താൻ അവരെ പുറത്താക്കിയത് ആദർശിന്റെ കഴിവ് തെളിയിക്കാനും യഥാർത്ഥ ശത്രുക്കളെ കണ്ടെത്താനും വേണ്ടിയിട്ടായിരുന്നു എന്ന് മുത്തശ്ശൻ അവനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അനന്തപുരി തറവാട്ടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്നു നിന്നപ്പോൾ എല്ലാവരും ഉമ്മറത്തേക്ക് ഓടിയെത്തി. കാറിൽ നിന്ന് ആദർശും പൂർണ്ണ ഗർഭിണിയായ നയനയും ഇറങ്ങി വന്നു. അത് കണ്ടപ്പോൾ ദേവയായുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർ ഓടിച്ചെന്ന് നയനെ ചേർത്ത് പിടിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും നിറചിരിയോടുകൂടെ അവരെ വരവേറ്റു. മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്. വരൂ മോനെ, നിന്റെ കഴിവ് തെളിയിച്ചിട്ട് തന്നെയാണ് നീ തിരികെ വന്നിരിക്കുന്നത്. നീയാണ് ശരിക്കും മൂർത്തി ജ്വല്ലറിയുടെ MD കസേരയ്ക്ക് യോഗ്യൻ. നീ ആ സ്ഥാനം നീ തന്നെ ഏറ്റെടുക്കണം. അയ്യോ വേണ്ട മുത്തശ്ശ, അനി നന്നായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ, അവൻ തന്നെ ഇരിക്കട്ടെ, ആദർശ് വിനയത്തോടെ പറഞ്ഞു. ഇല്ല ആദർശേട്ടാ, അനി മുന്നോട്ട് വന്നു. ഞാൻ തൽക്കാലം ഒരു പകരക്കാരനായി ഇരുന്നേ ഉള്ളൂ.
ആ വലിയ ഉത്തരവാദിത്തം ആദർശേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്കൊരു സമാധാനമാവത്തുള്ളൂ. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആദർശ് അവസാനം അതിന് സമ്മതിച്ചു. ദേവയാനി നയനയുടെ കൈപിടിച്ച് വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരുപാട് നാളുകൾക്ക് ശേഷം അനന്തപുരി തറവാട്ടിൽ വീണ്ടും സന്തോഷത്തിന്റെ വിളക്ക് തെളിഞ്ഞു. കള്ളങ്ങൾക്കും ചതികൾക്കും മീതെ സത്യവും സ്നേഹവും വിജയിച്ചതിന്റെ ആ ഒരു സമാധാനം ആ വലിയ തറവാട്ടിൽ ഓരോ കോണിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരാനിരിക്കുന്ന പോരാട്ടങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ശാന്തത മാത്രമായിരുന്നു അത്. അവന്തിക എന്ന വിഷപ്പാമ്പിനെ ഇപ്പോഴും അനന്തപുരിയിലെ ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അവന്തികയുടെ സ്വഭാവമെല്ലാം തന്നെ, അവന്തികയുടെ കള്ളത്തരങ്ങളും ചതികളും എല്ലാം തന്നെ മുത്തശ്ശനൊരിക്കലും തിരിച്ചറിയുന്ന അടിപൊളി രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.